ഹായ് ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു ചീര കട്ട്ലേറ്റാണ്. ഒരു വെറൈറ്റി ആയിട്ട്, ഒരു ഹെൽത്തിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചീര കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് കം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. സോ അതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒനിയൻ ഉണ്ട്, ചില്ലി ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, ഗാർലിക് ഉണ്ട്. നമുക്ക് മിക്സ് ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ആയിട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു, ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുത്തു, ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് നമ്മുടെ പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, പെപ്പർ എടുത്തിട്ടുണ്ട്, ഗരം മസാല എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെർമറിക് ഉണ്ട്. അതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഏകദേശം പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മളപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർക്കുകയാണ്. സോ നമ്മുടെ ചീര ഏകദേശം റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള വേവിച്ച പൊട്ടറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ കുക്കറാണ്, പക്ഷെ അത് ഏകദേശം 600 ഇതിലാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്, ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഗ്യാസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കുറച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ നമ്മുടെ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ തുടങ്ങാം. ഇത് ആദ്യം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട്ലേറ്റ് നമുക്ക് ഓരോന്നായിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് കോൺഫ്ലവർ പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കാം. അത് മുക്കി കൊടുത്തതിന് ശേഷം സാധാരണ നമ്മളെല്ലാവരും ബ്രെഡ് ക്രംസ് ആണ് എടുക്കാറ്, പക്ഷെ അതിന് പകരം ഞാനിവിടെ എടുത്തിരിക്കുന്നത് റസ്ക് പൊടിച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ്. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര യമ്മിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം.